അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അങ്ങനെ തന്നെ ദുആ ഇറക്കണം. അതിന് ഒരു ലഫ്ളും മാറ്റണ്ട. അങ്ങനെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ശഅബാൻ ആയാലും ഇങ്ങനെ ദുആ ചെയ്യണം. ചില പള്ളികളിൽ ചില ഉസ്താദുമാരടക്കം റജബ് എന്നുള്ള വാക്ക് അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് ശഅബാൻ മാസം ആകുമ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അങ്ങനെ ദുആ ഇറക്കാറ്. അത് പാടില്ല. ശ്രദ്ധിക്കേണ്ട വിഷയം. എന്തുകൊണ്ട് പാടില്ല? ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജി എന്ന് പറയുന്ന ഷാഫി മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, മഅ്സൂറായ ചില പ്രാർത്ഥനകളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന വന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞപ്പെട്ടതാകുന്ന പ്രാർത്ഥനകൾ, അത് അതേപോലെ തന്നെ തുടർത്തിക്കൊണ്ട് വരലാണ് വേണ്ടുന്നത്. അത് ശഅബാൻ മാസമായല്ലോ, റജബ് കഴിഞ്ഞല്ലോ, ഇനി റജബിനെ പറയേണ്ടതില്ലല്ലോ എന്ന് ന്യായീകരണവാദം ഉന്നയിക്കാൻ പാടില്ല. എങ്ങനെ തന്നെ ദുആ ഇറക്കണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അപ്പൊ നബിതങ്ങൾ എങ്ങനെയാണ് ദുആ ചെയ്തത് അങ്ങനെ തന്നെ കൊണ്ടുവരിക. ഒന്ന്. മറ്റൊന്ന്, ബറക്കത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിശാലമാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അധികരിച്ചതാകുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുക, അതിനോടൊപ്പം തന്നെ അത് നിലനിൽക്കുക എന്നുള്ളതാണ് ബറക്കത്ത്. ഒരാള് ശഅബാനിൽ ദുആ ഇറക്കുന്നു, എന്ത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ എന്ന് ദുആ ഇറന്നാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ, റജബിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതാകുന്ന അധികരിച്ചതായ ബറക്കത്ത് ഞങ്ങൾക്ക് ഈ ശഅബാനിലും നിലനിർത്തിത്ത അല്ലാഹ് എന്നാവും വായന.